ചാപ്റ്റർ തുടങ്ങിയിട്ടില്ലല്ലോ, മാമിനെ കണ്ടില്ലല്ലോ. Good morning. ഗുഡ് മോർണിംഗ്. Good morning. ഗുഡ് മോർണിംഗ് മാം. സുഖാണ് എല്ലാവർക്കും. കുറച്ച് ദിവസമായി നമ്മളെ കണ്ടിട്ട്. സുഖാണ്. ഓണമൊക്കെ ആഘോഷിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു ഓണം? യെസ് മാം. അടിച്ചു പൊളിച്ചോ ഓണം? അടിച്ചു പൊളിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഓണം? ആഘോഷിച്ചാ? ആഘോഷിച്ചില്ല. തീരെ പോരായിരുന്നു. എന്താണ് ടോം എന്താ പറഞ്ഞേ? തീരെ പോരായിരുന്നു. പോരായിരുന്നു. എന്ത് പറ്റി? ഓ വീട്ടിൽ തന്നെ. അതെ, പുറത്തേക്കൊന്നും പോയില്ല, കറങ്ങാനൊന്നും പോയില്ല. എന്ത് പറ്റി? പുനലൂര് ഫെസ്റ്റിവല് കാണാൻ പോയി, വേറെ എന്ത്. ഞാൻ അമ്മ വീട്ടില്ല, കണ്ണൂരില്ല. എവിടെയാണ് അമ്മ വീട്? തളിപ്പറമ്പ് കഴിഞ്ഞ് പട്ടം ഗ്രാമപഞ്ചായത്തില്ലേ? ആ നൂർദ് ഹോസ്പിറ്റലിന്റെ അകത്തോട്ട് പോകുന്ന വഴി. പൂക്കളൊക്കെ ഇട്ട് എല്ലാവരും? ഇല്ല, ആരും ഇട്ടില്ലേ? ഓണപ്പൂക്കൾ ഇട്ടില്ലായാലും? എന്താ മിസ്സേ പറഞ്ഞു? പൂക്കൾ ഇട്ടോന്ന്? ഓണപ്പൂക്കളം നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിച്ച ഓണത്തിനിടയിൽ പഠിച്ച നമ്മളെ എന്താ പറഞ്ഞേ? പിന്നെ ആന്റണി വല്ലതും പറഞ്ഞോ മിസ്സിനോട്? കേട്ടില്ല മിസ്. എടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ആര് വായിച്ചു നോക്കാനല്ലേ? നോക്കിയിട്ടുണ്ടാ? നമ്മുടെ കാര്യങ്ങളൊന്നും മറന്നു പോരുതിട്ടാ, എക്സാം ഇപ്പൊ വരും. ഓക്കെ, അന്നന്ന് എടുക്കണ കാര്യങ്ങളൊക്കെ അന്നന്ന് തന്നെ പഠിച്ചു പോണം കേട്ടാ. ഓക്കെ, ഒന്നെടുത്ത് വായിച്ചു നോക്കി. എടുത്ത അത്രയൊന്ന് വായിച്ചു നോക്കിട്ടാ. 2 മിനിറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും.
വായിച്ചു നോക്കിയോ? ഏതൊക്കെയാണ് OPD സർവീസുകൾ? ഉണ്ണിമോൾ എന്ന് പറഞ്ഞേ. ഹാരിഷ് ഫാസിയ, ഏതൊക്കെയാണ് OPD സർവീസുകൾ? നന്ദന എന്ന് പറഞ്ഞേ. Diagnosis, observation, consultation, treatment, intervention, rehabilitation. ഡയഗ്നോസിസ് എന്തായിരുന്നു? ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Identification of the nature of illness or other problems by examination of symptoms. മോൾക്ക് മനസ്സിലായിട്ട് പറഞ്ഞാൽ മതി, മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്തായിരുന്നു? രോഗത്തിന്റെ നേച്ചർ ഐഡന്റിഫൈ ചെയ്യുന്നതും സിംറ്റംസ് വെച്ചിട്ട് അതിന്റെ പ്രോബ്ലംസ് എക്സാമിൻ ചെയ്യണതും. ഓക്കെ. ഇനി കൺസൾട്ടേഷൻ എന്തായിരുന്നു? കൺസൾട്ടേഷൻ ഒരു എക്സ്പേർട്ട് ആയിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്, ഡോക്ടറെ കാണുന്നത്. അടുത്ത ആളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്റർവെൻഷൻ. വാട്ട് യു മീൻ ബൈ ഇന്റർവെൻഷൻ? സാം റോയ് ഒന്ന് പറഞ്ഞേ. സാം റോയ്. സാമില്ല? അഷിത. ഉണ്ണിമോൾ എന്ന് പറഞ്ഞ. ഉണ്ണിമോൾ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആർക്കും അറിയാം ഇന്റർവെൻഷൻ? മെഡിക്കൽ ഡിസോർഡറിനെ ഇംപ്രൂവ് ചെയ്യാൻ എടുക്കുന്ന ആക്ഷൻ. ഓക്കെ. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. ഇതൊക്കെയാണ് OPDയുടെ ഒബ്ജക്റ്റീവ്സ്. ആർക്ക് പറയാം? ഞാൻ പേര് വിളിക്കുന്ന ആളൊന്നും കിട്ടുന്നില്ല. Providing quality of care, good health care system, modern techniques for investigation treatment. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, എക്സ്റേ ചെയ്യുന്നു ഇൻവെസ്റ്റിഗേഷന്റെ അകത്ത്. പിന്നെ ഫാക്കൽറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഗുഡ് പബ്ലിക് ഹെൽത്ത്. നോക്കിയല്ലേ നമ്മൾ പറഞ്ഞത്? പഠിച്ചിട്ടുണ്ടായിരുന്ന? നോക്കിയാണോ വായിച്ചത്? കറക്റ്റ് അല്ലേ ടീച്ചറെ? കറക്റ്റ് ആണ്. PDF നോക്കിയാണ് വായിച്ചതെന്നാണ് ചോദിച്ചത് മിസ്. അല്ല ഞാൻ എന്റെ ബുക്ക് നോക്കി വായിച്ച സത്യമായിട്ടും. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അതാണ്ട് ഗുഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റേഴ്സിനെയും പിന്നെ പേഷ്യന്റിനെയും പിന്നെ സ്റ്റാഫിനോട്ട് പോകുന്നു. ഓക്കെ. സംഭവം കറക്റ്റ് ആണ്. അത് പോയിന്റ്സുകൾ മനസ്സിലാക്കണം. സ്കോപ്പ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, എല്ലാവരോടും കൂടിയാണ് മിസ് പറയുന്നത് കേട്ടോ. സാറിനോട് മാത്രമല്ല. അപ്പൊ ഒബ്ജക്റ്റീവ്സ് മാറിപ്പോവരുത്, സ്കോപ്പ് മാറിപ്പോവരുത് കേട്ടോ. ഓക്കെ. താങ്ക് യു. ഇനി ലൊക്കേഷൻ എങ്ങനെയായിരിക്കും? OPDയുടെ ലൊക്കേഷൻ ആർക്ക് പറയാം? ജെറിനൊന്ന് പറയോ ലൊക്കേഷൻ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. പാർവതി പറഞ്ഞോ. Should share with IPD diagnostic and therapeutic
ആ പിന്നെ ഫെസിലിറ്റീസ്. അതിന്റെ കാര്യങ്ങൾ വായിക്കേണ്ട, നിങ്ങൾക്ക് മനസ്സിലായത് മിസ് പറഞ്ഞപ്പോ മനസ്സിലായിട്ടുള്ള കാര്യങ്ങള് മലയാളത്തിൽ പറഞ്ഞാൽ മതി കേട്ടോ. പറഞ്ഞോ. പിന്നെ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. ആ എക്സ്പാൻഷൻ. പിന്നെ പിന്നെ യൂണിയുടെ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? രജിസ്ട്രേഷൻ ആ അങ്ങനെയല്ലേ പറയുന്നത്? അതന്നെ കറക്റ്റ് പറഞ്ഞോ. രജിസ്ട്രേഷൻ ഫ്ലോ എങ്ങനെയായിരിക്കും നടക്കുന്നത്? പോയോ പാർവതി പോയാ? സ്ട്രക്ചർ എങ്ങനെയായിരിക്കും OPDയുടെ സ്ട്രക്ചർ? പേഷ്യന്റ് വരുന്നു, OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറിനെ കാണുന്നു, മരുന്ന് മേടിക്കുന്നു, പിന്നെ പോകുന്നു. അതാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോയില് പറയുന്നത്. ഒരു സ്ട്രക്ചറിലായിരിക്കും OPD ഭാഗം പ്രവർത്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് OPDയുടെ ഫ്ലോ ചാർട്ട് ഒന്ന് പറഞ്ഞേ. OPDയുടെ ഫ്ലോ ചാർട്ട് ഒന്ന് പറയോ? ബെനക്താസൻ OPD ഫ്ലോ ചാർട്ട്. OPD ഫ്ലോ ചാർട്ടോ? ആ ഫ്ലോ ചാർട്ട്. എൻക്വയറി, രജിസ്ട്രേഷൻ, ആരെങ്കിലും ഒരാൾ പറ. പറഞ്ഞോ. എൻക്വയറി, രജിസ്ട്രേഷൻ, വെയിറ്റിംഗ് ഹാൾ, കൺസൾട്ടേഷൻ റൂം, ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ്, ഫാർമസി ആൻഡ് എക്സിറ്റ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, ECG. മറക്കരുത് ആ കാര്യങ്ങളൊക്കെ. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, MRI, എക്സ്റേ പോലുള്ള കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത് കേട്ടോ. ആരും മറക്കരുത് കേട്ടോ. ഇനി തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് ഏതൊക്കെയായിരിക്കും? തെറാപ്യൂട്ടിക്കിൽ വരുന്ന എക്യുപ്മെന്റ്സ് ആർക്ക് പറയാം? നെബുലൈസർ, ബ്രോങ്കോസ്കോപ്പ് ആയിരുന്നു തോന്നുന്നു. പിന്നെ പറഞ്ഞ വഴിയുണ്ടല്ലോ. ലാരിഞ്ചോസ്കോപ്പ്. ലാരിംഗോസ്കോപ്പ്. ലാരിംഗോസ്കോപ്പ് എവിടെയാണ് യൂസ് ചെയ്യണത്? ഏത് ഭാഗത്ത് ഇതാക്കാനാണ് യൂസ് ചെയ്യുന്നത്? ത്രോട്ടില് കേട്ടോ. ഓക്കെ, ത്രോട്ടില്. ബ്രോഞ്ചോസ്കോപ്പോ? ബ്രോഞ്ചോസ്കോപ്പി എവിടെയാ ചെയ്യണേ? ശ്വാസകോശ സംബന്ധമായിട്ട്. മറക്കരുതേ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. മ്യൂട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ചെറുതതിൽ ക്ലിയർ അല്ലേ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? നെക്സ്റ്റിലോട്ട് പോകട്ടെ മിസ്. ഇനി അടുത്തത് പഠിക്കാനുള്ളതാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റി. അതിൽ ഫസ്റ്റ് വന്നത് എന്താണ്? വെൽ ബേബി ക്ലിനിക്സ് അല്ലെ. ബേബി ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേബികൾക്ക് എന്താണ് ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി പോയിന്റ്സുകൾ. പിന്നെന്താണ്? ANC, മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പാരന്റ്ഹുഡ് എക്സെട്ര. ANC എന്തായിരിക്കും? ANC പഠിച്ചിരുന്നല്ലോ നമ്മള്. ANC ആന്റിനേറ്റൽ അല്ലെ. ആന്റിനേറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആർക്കാണ് കെയർ കൊടുക്കുന്നത്? ആന്റിനേറ്റൽ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ എന്താണ് അവരുടെ ആരോഗ്യത്തെ കുറിച്ചും സുരക്ഷയെ കുറിച്ചും സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? കെയർ കൊടുക്കുന്നതാണ് ആന്റിനേറ്റൽ കെയർ എന്ന് പറയുന്നത്. അപ്പൊ ANC എന്ന് പറഞ്ഞാല് ആന്റിനേറ്റൽ കെയർ ആണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇനി വേറെ വോയിസുകൾ വരുന്നുണ്ടോ? വിൻഡോ തുറന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് മിസ് ചോദിച്ചത്. ഡിസ്റ്റർബൻസ് ഉണ്ടോ മിസ് പറയുന്നതില്? ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ ANC എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിനേറ്റൽ എപ്പോ ഉണ്ടല്ലേ? ഒരു മിനിറ്റ് കേട്ടോ മിസ്, വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ കേട്ടോ.
ഓക്കെ ആണോ? ഒക്കെ വരുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത് മിസ്? ANC എന്ന് പറഞ്ഞാല് ആന്റിനേറ്റൽ കെയർ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ചിലപ്പോ ഫുൾ ഫോം ഒക്കെ ചോദിക്കും. ആന്റിനേറ്റൽ കെയർ. പിന്നെന്താണ്? അവർക്ക് ഗർഭിണികൾക്കുള്ള സുരക്ഷയും ആരോഗ്യത്തെയും കുറിച്ചുള്ള കാര്യങ്ങള് OPD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? മാരേജ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്? പ്ലാൻഡ് പാരന്റ്ഹുഡ്. അതെന്തായിരിക്കും? പാരന്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അറിയാൻ പറ്റുമല്ലോ. പാരന്റ്ഹുഡ് എന്തായിരിക്കും? സ്ക്രീൻ കാണുന്നില്ലേ? PDF കാണുന്നില്ലേ നിങ്ങൾക്ക്? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ? ഓക്കെ ആണ്. അപ്പൊ എന്താണ് പാരന്റ്ഹുഡ് എന്ന് പറഞ്ഞാല്? മാതൃത്വം, പിതൃത്വം, അല്ലെ? മാതാവ് ആവാൻ പോകുന്നവര്, അല്ലെങ്കിൽ എന്താണ് അമ്മയാകാൻ പോകുന്നവര്, അച്ഛനാകാൻ പോകുന്നവരൊക്കെയാണ് പാരന്റ്ഹുഡ് എന്ന് പറയുന്നത്. മാതൃത്വം, പിതൃത്വം. ഓക്കെ, അവർക്കുമായിട്ട് എന്തൊക്കെ കുറെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അമ്മയാകാൻ പോകുന്നവർക്കുള്ള അമ്മയെ കുറിച്ച്, അല്ലെങ്കിൽ കുട്ടിയെ എങ്ങനെ നോക്കണം, കുട്ടിയുടെ കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും അച്ഛനാവാൻ പോകുന്നവർക്കും അമ്മയാകാൻ പോകുന്നവർക്കും പകർന്നു നൽകുന്നുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ANC മാരേജ് കൗൺസിലിംഗ് ആൻഡ് പ്ലാൻഡ് പാരന്റ്ഹുഡിൽ പറയുന്നത്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്. ഗർഭിണികൾക്കുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ മാരേജ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? അമ്മയാകാൻ പോകുന്നവർക്കും അച്ഛനാകാൻ പോകുന്നവർക്കൊക്കെ ഉള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് കുട്ടികളെ നോക്കേണ്ടത്, കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, എങ്ങനെ ഫുഡ് അവർക്ക് കൊടുക്കണം, പിന്നെ എന്താണ് അവരുടെ കാര്യങ്ങൾ, ഓരോ ഇമ്മ്യൂണൈസേഷൻ കാര്യങ്ങള്, കുട്ടികള് ജനിച്ചു കഴിയുമ്പോൾ ഇമ്മ്യൂണൈസേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ എന്താണ്? സ്കൂൾ ഹെൽത്ത് ക്ലിനിക്സ്. അതെന്തായിരിക്കും? എങ്ങനെയായിരിക്കും? ANC എന്ന് പറഞ്ഞാല് ആന്റിനേറ്റൽ കെയർ. ആന്റിനേറ്റൽ കെയർ. തേർഡ് പോയിന്റ് എങ്ങനെയായിരിക്കും വരുന്നത്? സ്കൂൾ ഹെൽത്ത് ക്ലിനിക്ക്. അതെങ്ങനെയായിരിക്കും? വാക്സിനേഷൻ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ പഠിച്ചിരുന്ന കാലഘട്ടത്തൊക്കെ ഹെൽത്തിലെ ഡോക്ടേഴ്സ്, നഴ്സുമാരൊക്കെ കുട്ടികളെ നോക്കാനായിട്ട് വരുന്നത്, ചെവി പരിശോധന, കണ്ണ് പരിശോധന ഒക്കെ നടത്തുന്നത് കണ്ടിട്ടില്ലേ? ഒരു സ്കൂളിൽ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ എന്താണ്? സ്കൂളില് ചില ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ഓരോ കുട്ടികളെ നോക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വല്ല പ്രോബ്ലംസ്, കണ്ണിന്റെ വല്ല പ്രോബ്ലംസ്, അല്ലെങ്കിൽ ചെവിക്ക് വല്ല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ടീച്ചർമാരെ ഇൻഫോം ചെയ്യും. എന്നിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും? അവരുടെ പേരന്റ്സിനെ ഇൻഫോം ചെയ്യും. കുട്ടിക്ക് ഇങ്ങനത്തുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ പേരന്റ്സിനെ ഇൻഫോം ചെയ്യും. അപ്പൊ എന്താണ്? ഓരോ സ്കൂളിലും എന്ത് കൊടുക്കുന്നുണ്ട്? ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ക്ലിനിക്, അല്ലെ? ഓരോ ഡോക്ടേഴ്സും നഴ്സും വന്നിട്ട് കുട്ടികളെ പരിശോധിക്കുന്നുണ്ട്. അതാണ് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കിൽ വരുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്? കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതെന്തായിരിക്കാം? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അല്ലെ? സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ല മക്കളെ? ചിലവർക്ക് കാണുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോ മോളിലെ വല്ല പ്രോബ്ലംസ് ആയിരിക്കുമോ? ജെറിന് കാണുന്നില്ല? കാണുന്നുണ്ടെന്നാണോ ഇല്ലാന്നാണോ? മോളുടെ വല്ല പ്രോബ്ലംസ് ആയിരിക്കും കേട്ടോ, നെറ്റിന്റെ വല്ല പ്രശ്നമായിരിക്കും കാണാത്തത്. ഓക്കെ,
അപ്പൊ നോക്കി എന്താണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെ, സാംക്രമിക രോഗങ്ങള് അല്ലെങ്കിൽ പടർന്ന് പിടിക്കുന്ന രോഗങ്ങള് ഏതൊക്കെയായിരിക്കാം? കൊറോണ, നിപ്പ, TB അല്ലെ, അങ്ങനെയുള്ള വൈറസ്, മറ്റേ ഫീവർ ഒക്കെ പറയാൻ പറ്റും. അങ്ങനെയുള്ളതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എക്സാമ്പിൾ. അപ്പൊ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പടർന്നു പിടിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഡെങ്കിപ്പനി. പിന്നെന്താണ് അടുത്ത പോയിന്റ് നോക്കിയേ, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസസ് ലൈക്ക് ക്യാൻസർ, TB എക്സെട്ര. ഈ ക്യാൻസർ, TB ഒക്കെ വരുമ്പോ അതിന്റെ ഏർലി സ്റ്റേജിൽ അത് രോഗം നിർണയിച്ച് അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? എന്താണ് ക്യാൻസർ, TB ഒക്കെ വരുമ്പോ അതിന്റെ ഏർലി സ്റ്റേജിൽ അല്ലെ, ഫസ്റ്റ് സ്റ്റേജിൽ അത് ഐഡന്റിഫൈ ചെയ്ത്, ആ രോഗം ഐഡന്റിഫൈ ചെയ്ത് അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനും OPD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, OPD സർവീസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്, rehabilitation and prevention of disabilities and handicap. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ? ഓരോ എന്താണ് ജനങ്ങൾക്കും അല്ലെ, ഓരോ ജനങ്ങൾക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്കായാലും ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ, ന്യൂട്രീഷനില് എന്താണ് ഡയറ്റ് പ്ലാൻ ചെയ്യണം. ഇപ്പൊ പൊണ്ണത്തടിയുള്ള ആള് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര കാൽവേദന, നടക്കാൻ പറ്റുന്നില്ല, കണ്ടൽ വേദനയൊക്കെയാണെന്ന് പറഞ്ഞ് വരുന്നു. അപ്പൊ എന്താണ് ഡോക്ടർ പറയുന്നുണ്ട്, ഇന്ന ഫുഡ് ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യണം, ഇന്ന ഫുഡ് കഴിക്കണം, ഇന്ന ന്യൂട്രീഷനുള്ള ഫുഡ് കഴിക്കണം, ഇന്നത് കഴിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഹെൽത്ത് എഡ്യൂക്കേഷനും അവിടെ വരുന്ന രോഗികൾക്കായാലും പൊതുജനങ്ങൾക്കായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഹാൻഡിക്യാപ്പ് അറിയാലോ, അങ്ങനെയുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവരെ പുനർജീവിതത്തിലേക്ക്, ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരായാലും പുനർജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് OPD സർവീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ OPD സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ഒക്കെ അല്ലേ? ക്ലിയർ അല്ലോ? ഓക്കെ. അപ്പൊ എന്താണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റിയിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ബേബികൾക്ക് അല്ലെ, ബേബി ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് ഗർഭിണികൾക്ക് ആന്റിനേറ്റൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് മാതാവാകാൻ പോകുന്നവർക്കും പിതാവാകാൻ പോകുന്നവർക്കും ഒക്കെയുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാരേജ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഓരോ സ്കൂളുകളിലും ഹെൽത്ത് ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാംക്രമിക രോഗങ്ങൾ അല്ലെ, പടർന്ന് പിടിക്കുന്ന രോഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. പിന്നെന്താണ് ക്യാൻസർ, TB പോലുള്ള അസുഖങ്ങള് ഏർലി സ്റ്റേജിൽ, ആദ്യ സ്റ്റേജിൽ കണ്ടുപിടിച്ച് രോഗം ഡയഗ്നോസിസ് ചെയ്ത് അതിനുശേഷം ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ അവിടെ വരുന്ന രോഗികൾക്കായാലും എന്താണ്, പിന്നെ പൊതുജനങ്ങൾക്കായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷന്റെ കാര്യമായാലും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നത്, ഡയറ്റ് പ്ലാൻ എങ്ങനെ കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ വരുന്ന രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഒരു റീഹാബിലിറ്റേഷൻ സർവീസുകളും OPD ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? വായിച്ചു നോക്കിയ പോയിന്റുകളും സിമ്പിൾ ആണ്. ഇതൊക്കെ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റിയിൽ ഏതൊക്കെ പോയിന്റ് വരും, പിന്നെ എന്താണ് ഫംഗ്ഷനിൽ ഏതൊക്കെ പോയിന്റ് വരും എന്ന കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇന്ന് മിസ് 12 മണി വരെ ക്ലാസ് എടുക്കും കേട്ടോ. വാഹിദ മിസ് ഇല്ല, വാഹിദ മിസ്സിന് പനിയാണ്. അപ്പോ 12 മണി വരെ 1.5 മണിക്കൂറായിരിക്കും ക്ലാസ് കേട്ടോ. ബോറടിക്കുമ്പോ നിങ്ങൾ പറയാട്ടാ, മിസ് ബ്രേക്ക് തരാം. ക്ലിയർ ആണോ പോയിന്റ്? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഓക്കെ, ടൈപ്സ് ഓഫ് OPD.
ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ടൈപ്സ് എത്ര ടൈപ്സ് ആണ് ഉള്ളത് എന്ന് നോക്കാം. 2 types of OP സർവീസ്, 2 തരത്തിലുള്ള അല്ലെങ്കിൽ 2 തരത്തിലുള്ള സർവീസ് ആണ് OP-യിൽ ഉള്ളത്. ഏതൊക്കെയാണ്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ഫസ്റ്റ് നോക്കാം, സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. All service are provided in a concise area. This includes all diagnostic and therapeutic facilities being provided in the same place. അപ്പോ സെൻട്രലൈസ്ഡ് OP സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലും അല്ലെ, അവിടെ എന്താണ് ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടാവില്ലേ? കണ്ടിട്ടില്ല എല്ലാവരും? ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നു അല്ലെ. അവിടെ എന്താണ് ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടാവില്ലേ? അതിനെയാണ് സെൻട്രലൈസ്ഡ് OP സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ എന്താണ് പേരും കാര്യങ്ങളും നമുക്ക് വേണ്ട സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ എന്താണ് എൻക്വയറീസ് ഉണ്ടാവും, റിസപ്ഷൻ ഏരിയാസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഫസ്റ്റ് തന്നെയുള്ള ആ ഡിപ്പാർട്ട്മെന്റിലെ എൻക്വയറീസ് ഉണ്ടാവും, രജിസ്ട്രേഷൻ ഏരിയാസ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. എന്താണ്? ക്ലിയർ ആയോ? ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു പേഷ്യന്റ് കയറി ചെല്ലുന്നു, ഹോസ്പിറ്റലിൽ കയറി ചെല്ലുന്നു, അവിടെ എന്ത് ചെയ്യുന്നു? പേരും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുന്നു, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ച് ക്ലിയർ ആക്കുന്നു. എൻക്വയറീസ് ഉണ്ടാവും, രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടാവും, ക്യാഷ് കൗണ്ടേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ലേ ഫസ്റ്റ് ചെല്ലുമ്പോ? അതാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഇനി ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ നോക്കാം. സർവീസ് ആർ പ്രൊവൈഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന് അവിടെ ആ റിസപ്ഷൻ ഏരിയയിൽ ചോദിക്കുകയാണ്, എനിക്ക് എക്സ്റേ എടുക്കണം, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ചോദിച്ചു അല്ലെ, ഫസ്റ്റ് തന്നെ കയറി ചോദിച്ചു. അതാണ് സെൻട്രലൈസ്ഡ് ഏരിയ എന്ന് പറഞ്ഞാൽ. ഇനി അവര് പറയും എന്താണ് എക്സ്റേ എടുക്കാനാണ് അല്ലെ, അപ്പൊ എന്താണ് റേഡിയോളജി വിഭാഗം അവിടെയാണ്, അങ്ങോട്ട് പോയിട്ട് റൈറ്റിലാണെന്ന് പറയും. അപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് ചെല്ലും, അവിടെയും എന്തുണ്ടാവും? ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടാവും, നമ്മുടെ കേസ് വിവരങ്ങൾ എന്തുണ്ടാവും അവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ അവിടെയും എന്തുണ്ടാവും? ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടാവും. ആ റിസപ്ഷൻ ഏരിയനാണ് ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആ ഡിപ്പാർട്ട്മെന്റ് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആ റിസപ്ഷൻ ഏരിയനെ പറയുന്നതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ക്ലിയർ ആയോ? നമ്മൾ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സംശയങ്ങളും കാര്യങ്ങളും, ഇപ്പൊ നമുക്ക് എന്താണ് എക്സ്റേ എടുക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ ചോദിക്കുന്നു എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്, അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഫസ്റ്റ് ചോദിക്കുന്ന ആ ഏരിയയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മള് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്, അവിടെ എന്തുണ്ടാവും? ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടാവും. അവിടെ ആ റിസപ്ഷൻ ഏരിയനെ പറയുന്നതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ക്ലിയർ ആയോ? എക്സാമ്പിൾ പറഞ്ഞപ്പോ ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, വായിച്ചു നോക്കണമെന്ന്. ക്ലിയർ ആയില്ലേ? രണ്ടും സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ഓക്കെ അല്ലേ? നെക്സ്റ്റിലോട്ട് പോട്ടെ മിസ്. ഓക്കെ, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ് അല്ലെ, എത്ര ടൈപ്പ് ഓഫ് പേഷ്യന്റ് ആണ് നോക്കാം. ജനറൽ ഔട്ട് പേഷ്യന്റ് ഉണ്ട്, അതുപോലെ സെക്കൻഡ് ആണ് എമർജൻസി ഔട്ട് പേഷ്യന്റ്, തേർഡ് ആണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. General outpatient or patient other than emergency who report directly to OPD. എന്തായിരിക്കാം ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ? ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കാം? other than emergency or patient other than emergency. ആ വേർഡ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ആരായിരിക്കാം? ജനറൽ ഔട്ട് പേഷ്യന്റ്. ഐഡിയ ഇല്ല. ആരായിരിക്കാം ജനറൽ ഔട്ട് പേഷ്യന്റ്? എന്തെങ്കിലും ഒന്ന് പറ നോക്കട്ടെ. എന്താണ്
ജനറൽ ആയിട്ട് വരുന്ന രോഗങ്ങൾ അല്ലെ, ഫീവർ, കഫ് അല്ലെ, ജലദോഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, OP ഡോക്ടറെ കാണാൻ വരില്ലേ? അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. നോർമൽ ആയിട്ട് വരുന്ന ഫീവർ, ജലദോഷം, കഫൊക്കെ വരുമല്ലോ, നമുക്ക് ചുമയൊക്കെ വരുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, OP ഡോക്ടറെ കാണാനായിട്ട് വരുന്നു. അങ്ങനെയുള്ള പേഷ്യൻസുകളെയാണ് ജനറൽ ഔട്ട് പേഷ്യൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നോക്കിയേ, എമർജൻസി ഔട്ട് പേഷ്യന്റ്, എ പേഴ്സൺ ഗിവ് എമർജൻസി മെഡിക്കൽ കെയർ ഫോർ എ കണ്ടീഷൻ. എന്താണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ? ആരായിരിക്കാം? എക്സാമ്പിൾ പറയാൻ പറ്റോ? ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മള് എമർജൻസി പേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. എമർജൻസി ആയിട്ട് മെഡിക്കൽ കെയർ കൊടുക്കേണ്ടി വരുന്ന പേഷ്യൻസിനെയാണ് ഓക്കെ. ഹൃദയാഘാതം വരും അല്ലെ, അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എമർജൻസി കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോ ജനറൽ ഔട്ട് പേഷ്യന്റ് എന്താണ്, നോർമൽ ആയിട്ട് വരുന്ന രോഗങ്ങൾക്ക് നമ്മൾ OP ഡോക്ടറെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിന് ഇപ്പൊ എന്താണ്, ഫീവർ, കഫ് അല്ലെ, ജലദോഷം, അങ്ങനെയുള്ള രോഗങ്ങളായിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. എമർജൻസി എന്താണ്, ആക്സിഡന്റ്, പോയിസണിങ്, ഹൃദയാഘാതം അല്ലെ, കാർഡിയാക് അറസ്റ്റ്, അങ്ങനെയൊക്കെ വരുമ്പോ എന്താണ്, എമർജൻസി ആയിട്ട് മെഡിക്കൽ കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് ആയിട്ട് പറയുന്നത്. എന്തായിരിക്കാം റഫേർഡ് ഔട്ട് പേഷ്യന്റ്? എ പേഷ്യന്റ് റഫേർഡ് ടു OPD ബൈ ഹിസ് പ്രാക്ടീഷണർ ഫോർ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്. എന്തായിരിക്കാം റഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്? ഫർദർ ട്രീറ്റ്മെന്റ് അല്ലെ. പിന്നെ അവൻ പറയാനില്ലേ ഒന്ന്, ഓപ്പറേഷൻ, സ്പെഷ്യലൈസേഷൻ. ഓക്കെ. പിന്നെ ഓക്കെ, വെരി ഗുഡ്. റെഫേർഡ് ബൈ അതർ ഡോക്ടർ അല്ലെ. ആൽഫി പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയാം, ശ്വാസ തടസ്സമായിട്ട് വരുന്ന ഒരു രോഗി OPയിലെ ഡോക്ടറെ കാണാൻ വരുന്നു. അപ്പൊ ശ്വാസ തടസ്സമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അയാൾ വന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ OPയിലെ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, പൾമണോളജിസ്റ്റിനെ കാണാനായിട്ട് റെഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടറെ കാണാനായിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടറെ കാണാനായിട്ട് ആ രോഗിക്ക് റെഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? OPയിലെ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, പൾമണോളജിസ്റ്റിനെ കാണാനായിട്ട്, ശ്വാസ തടസ്സവുമായിട്ട് വന്ന രോഗിയോട് എന്ത് പറയുന്നുണ്ട്, പൾമണോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, കാണാനായിട്ട് പറയുന്നുണ്ട്, റെഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എന്താണ്, 3 പേഷ്യൻസിനെ അല്ലെ, 3 തരത്തിലുള്ള അല്ലെങ്കിൽ 3 ടൈപ്പിലുള്ള പേഷ്യൻസിനാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് എന്താണ്, ജനറൽ ഔട്ട് പേഷ്യന്റ് അല്ലെ. നോർമൽ ആയിട്ട് വരുന്ന രോഗങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടറെ കാണുന്നുണ്ട്, OP ഡോക്ടറെ കാണുന്നുണ്ട്. അതിനെയാണ് ജനറൽ ഔട്ട് പേഷ്യന്റുകൾ എന്ന് പറയുന്നത്. എന്താണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് അല്ലെ. എമർജൻസി ആയിട്ട് എന്താണ്, ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം, പിന്നെ എന്താണ് പോയിസണിങ്, പിന്നെ എന്താണ് ആക്സിഡന്റ് കേസുകൾ, അങ്ങനെ പലതരത്തിലുള്ള കേസുകളായിട്ട് വരുന്ന രോഗികളെ, എമർജൻസി ആയിട്ട് വരുന്ന രോഗികളെയാണ് എമർജൻസി ഔട്ട് പേഷ്യന്റുകളായിട്ട് പറയുന്നത്. പിന്നെ എന്താണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടർക്ക് റെഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ റെഫേർഡ് ഔട്ട് പേഷ്യന്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എളുപ്പല്ലേ? ഓക്കെ. ഇനിയാണ് നെക്സ്റ്റ് ആണ് മാനേജീരിയൽ കൺസിഡറേഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് നാം OPDയിൽ പാലിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് നാം OPDയിൽ പാലിക്കേണ്ടത്? അതാണ് മാനേജീരിയൽ കൺസിഡറേഷൻ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, പബ്ലിക് റിലേഷൻസ്. നിങ്ങൾക്ക് തന്നെ പറയാം അല്ലെ, ഇങ്ങനെയായിരിക്കാം പബ്ലിക് റിലേഷൻസ്, ഇങ്ങനെയായിരിക്കാം കീപ്പ് ചെയ്യേണ്ടത്. പഠിച്ച കാര്യങ്ങളാണ്, പറഞ്ഞോ.
ഗുഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, നല്ല രീതിയിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സിനോടും പേഷ്യൻസിനോടും അവിടെ സ്റ്റാഫുകൾ നല്ല രീതിയിൽ പെരുമാറണം അല്ലെ. ഓക്കെ, ഡോക്ടറും പേഷ്യന്റും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പിന്നെ എന്താണ് വാംത് എന്തായിരിക്കാം? വാംത് ഊഷ്മളതയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കണം അല്ലെ, നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം സൃഷ്ടിക്കേണ്ടത്. റെസ്പെക്ട് എന്തായിരിക്കാം? റെസ്പെക്ട് റെസ്പെക്ട് ബഹുമാനിക്കണം അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം, അല്ലെങ്കിൽ പരിഗണന നൽകണം അല്ലെ, അവർക്ക് നല്ല രീതിയിലുള്ള പരിഗണന നൽകുക, ബഹുമാനിക്കണം. ഓക്കെ, ഇനി മിനിമം വെയിറ്റിംഗ് അതെന്തായിരിക്കാം? മിനിമം വെയിറ്റിംഗ് എന്ന് പറഞ്ഞാല് വെയിറ്റിംഗ് ടൈം എങ്ങനെയായിരിക്കാം? കൂടുതലോ കുറവോ വേണം? എങ്ങനെയായിരിക്കാം? രോഗികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? കുറവല്ലേ? കുറവ് അല്ലെ, കുറഞ്ഞ രീതിയിൽ അവരുടെ രജിസ്ട്രേഷൻ നല്ല രീതിയിൽ നടത്തണം. അതുപോലെ ഡോക്ടറെ കാണുന്ന കാര്യങ്ങള്, മെഡിസിൻസ് കളക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഏറ്റവും നല്ല രീതിയിൽ കുറവ് ടൈമില് അവർക്ക് എന്താണ് സൂക്ഷിച്ചിട്ടൊന്നും വരാത്ത രീതിയിലായിരിക്കണം അല്ലെ. വേഗം വേഗം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് മിനിമം വെയിറ്റിംഗ്. ഇനി ക്ലീൻലിനെസ് എന്തായിരിക്കാം? വൃത്തി വേണം അല്ലെ. പിന്നെ എന്താണ്? ഗുഡ് ആംബിയൻസ്. ഗുഡ് ആംബിയൻസ് ഗുഡ് ആംബിയൻസ് നല്ല സറൗണ്ടിങ്സ്. പിന്നെ പിന്നെന്താണ്? ക്യാൻറ്റീൻ. ക്യാൻറ്റീൻ അറിയാലോ? ക്യാൻറ്റീൻ അറിയില്ല എല്ലാവർക്കും. ക്യാൻറ്റീൻ വേണം. പേഷ്യന്റ് ഹിയറിംഗ്. പേഷ്യന്റ് ഹിയറിംഗ് എന്തായിരിക്കാം? പേഷ്യന്റ് ഹിയറിംഗ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? പേഷ്യൻസ് ഹിയറിംഗ് രോഗി പറയുന്നത് നന്നായിട്ട് കേൾക്കണം അല്ലെ. ഇപ്പോൾ ചില ഡോക്ടർമാരും ഉണ്ടാവും, ചില സ്റ്റാഫ് നഴ്സുമാരും ഉണ്ടാവും, അവർ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാവില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? രോഗികൾ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന സ്റ്റാഫുകളായിരിക്കണം അവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ എന്താണ്? വെന്റിലേഷൻ. ഇതറിയാലോ? വെന്റിലേഷൻ വായു സഞ്ചാരം, പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ ആവശ്യമാണ്. വാട്ടർ സപ്ലൈ അറിയാലോ? വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. ഇനി ഒപിഡി ടൈംസ്. ഒപിഡി ടൈമിങ്സ് എന്തായിരിക്കാം? തോന്നുമ്പോ ഓപ്പൺ ചെയ്ത് തോന്നുമ്പോ അടയ്ക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ. കറക്റ്റ് രീതിയിലുള്ള ടൈമിങ് കീപ്പ് ചെയ്തിട്ട് വേണം അവിടെ സർവീസ് നടത്താനായിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലേ? അപ്പോ മാനേജീരിയൽ കൺസിഡറേഷനില് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? പബ്ലിക് റിലേഷൻസ്, വാംത്, റെസ്പെക്ട്, മിനിമം വെയിറ്റിംഗ്, ക്ലീൻലിനെസ്, ഗുഡ് ആംബിയൻസ്, ക്യാൻറ്റീൻ വേണം. പിന്നെ എന്താണ്? പേഷ്യൻസ് ഹിയറിംഗ് വേണം. പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ വേണം. പ്രോപ്പർ വാട്ടർ സപ്ലൈ വേണം. ഒപിഡി ടൈമിംഗ് കറക്റ്റ് രീതിയിൽ കീപ്പ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒപിഡി പ്രോസസ്. പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒന്നും കൂടിയും വിപുലീകരിച്ച് കൊടുത്തേക്കുന്നതാണ്. നോക്കി നോക്കിയേ. എന്നിട്ട് മിസ് പറയുന്ന ആള് മിസ്സിന് പറഞ്ഞു കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ.
മനസ്സിലാക്കിയോ? ക്ലിയർ ആയോ? ക്ലിയർ. ഒരാളുടെ കഴിഞ്ഞു. നീ ഓക്കെ. ആർക്ക് പറയാൻ പറ്റും? അൺമ്യൂട്ട് ആകട്ടെ മിസ്. ആരെങ്കിലും ഒരാള് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കോ? എല്ലാവർക്കും ക്ലിയർ ആവുന്ന രീതിയിൽ ആരാ പറയാം? നമ്മള് ഓക്കെ. OPD അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ മീൻസ് നമ്മുടെ പേര്, വയസ്സ്, എവിടുന്നാ വരുന്നേ, ഏത് ഡോക്ടറിനെ കാണണം, അതൊക്കെ അവിടെ നമ്മൾ കുറിക്കണം. അതിനുശേഷം ഒരു ടോക്കൺ നമ്പർ തരും നമുക്ക്, ചെറിയൊരു പേപ്പർ ചീട്ട് പോലെ. എന്നിട്ട് നമുക്ക് നമ്മുടെ നമ്പർ കിട്ടുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ശേഷം നമുക്ക് ഏത് ഡോക്ടറിനെയാണോ കാണേണ്ടത് ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ശേഷം ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഫാർമസി ചെയ്യുക, അവിടെ ടോക്കണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, മെഡിസിൻ കളക്ട് ചെയ്യുക, നമ്മൾ പുറത്തേക്ക് പോകാം. ഓക്കെ. ആരെങ്കിലും ക്ലാരിഫിക്കേഷൻ നടത്തുന്നതായിട്ടുണ്ടോ? ആര് പറയും? അഞ്ചു പറഞ്ഞോ. OPD എത്തുന്നു, അതിനുശേഷം റിസപ്ഷനിൽ അവിടുന്ന് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ ടോക്കൺ നമ്പർ കിട്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, പിന്നെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റിന് എന്തെങ്കിലും കുറിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു, പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ഡോക്ടറിനെ റെഫർ ചെയ്യുവാണെങ്കിൽ അങ്ങനെ, പിന്നെ ഫാർമസിയിലേക്ക് പോകുന്നു, അവിടെ നിന്നും ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യുന്നു, മെഡിസിൻ കിട്ടിയിട്ട് പിന്നെ തിരിച്ചു പോകുന്നു. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പൂജ പറഞ്ഞ പൂജ. പൂജ മാം അറൈവിങ് അറ്റ് OPD വരുന്നു, പോകുന്നു, അവിടെ രജിസ്റ്റർ ചെയ്യുന്നു, ടോക്കൺ എടുത്തിട്ടാണ് വെയിറ്റ് ചെയ്യുന്നു, ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുന്നു, ഡോക്ടർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, നമുക്ക് വേറെ ഡോക്ടർ റെഫർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ റെഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ കിട്ടിയ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഫാർമസിയിൽ പോകുന്നു, ഫാർമസിയിൽ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യുന്നു, ദെൻ മെഡിസിൻ കളക്ട് ചെയ്ത് തിരിച്ചു പോകുന്നു. പറയണോ ആർക്കെങ്കിലും? ഒരു കാര്യങ്ങൾ വരത്തില്ലേ മാഡം? പറഞ്ഞു മോനെ. എന്താട്ടോ? മാഡം വേറെ ഏതെങ്കിലും ദിവസം വരണമെങ്കിൽ ആ ദിവസം കൂടെ ഡോക്ടർ പറയത്തില്ലേ മാഡം? അത് പറയും. ഓക്കെ ഓക്കെ. ആദ്യം OPയിൽ വരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷനിൽ വന്നിട്ട് ഏത് ഡോക്ടറാണ് നമുക്ക് കാണാനുള്ള, ഫിസിഷ്യനിൽ 2-3 ഡോക്ടറൊക്കെ ഉണ്ടാവുമല്ലോ ചില ഹോസ്പിറ്റലിൽ. അപ്പൊ നമുക്ക് ഏത് ഡോക്ടറെ കാണണമെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, അവർ നമുക്ക് ടോക്കൺ നമ്പർ തന്നിട്ട് പേഷ്യന്റിന് ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഡോക്ടറെ കണ്ടതിന് ശേഷം എന്തെങ്കിലും ലാബ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോകുന്നു. അതുകൂടാണ്ട് വേറെ ഏതെങ്കിലും ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് നമ്മളോട് പറയുവാണെങ്കിൽ അവിടെ പോയി റെഫർ ചെയ്ത് അവിടെ പോയി ഡോക്ടറെ കണ്ടതിന് ശേഷം ഫാർമസി പോയി മെഡിസിൻ വാങ്ങി വീട്ടിൽ പോകും. ഞാൻ പറയാം. ആദ്യം OP എടുക്കുന്നു, അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ പോകുന്നു, രജിസ്ട്രേഷൻ ചെയ്യുന്നു, പിന്നെ ടോക്കൺ എടുക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, പിന്നെ ഡോക്ടറിനെ കാണുന്നു, ഡോക്ടർ പറയുമ്പോൾ ഏത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു, പിന്നെ ചീട്ട് എടുക്കുന്നു, അതിന് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു, അത് തന്നെ ഫാർമസി പോകുന്നു, ടോക്കൺ എടുക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു,
പിന്നെ മെഡിസിൻ വാങ്ങിക്കുന്നു, വീട്ടിൽ പോകുന്നു. ആർക്കെങ്കിലും പറയണോ? ക്ലിയർ ആയോ? ഇത്രയും പേര് പറഞ്ഞതിൽ ക്ലിയർ ആയോ? എല്ലാവർക്കും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? പറയണോ? വേണ്ട. ഓക്കെ. പറഞ്ഞ കാര്യം എന്താണ്? ഒ പി പ്രോസസ്സിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ എത്തുന്നു, പേര് കാര്യങ്ങളും ചെയ്യുന്നു, റിസപ്ഷനിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു, ടോക്കൺ എടുക്കുന്നു, അവിടെ വെയിറ്റ് ചെയ്യുന്നു, ഡോക്ടറെ കാണുന്നു. ഡോക്ടർ എന്തെങ്കിലും ലാബ് ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടുമായിട്ട് വരുന്നു. പിന്നെ ഡോക്ടർ എന്തെങ്കിലും റഫറൻസ് എന്താണ് ഈ വേറെ ഡോക്ടറെ കാണാനായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം ഇത് ചെയ്യുന്നു, പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു, ഫാർമസിയിലോട്ട് പോകുന്നു, ടോക്കൺ നമ്പർ എടുക്കുന്നു, അവിടെ വെയിറ്റ് ചെയ്യുന്നു, മെഡിസിൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ലാസ്റ്റ് എക്സിറ്റ് ആയിട്ട് ഡിപ്പാർച്ചർ ആയിട്ട് വീട്ടിൽ പോകുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. കറക്റ്റായിട്ട് പറഞ്ഞു എല്ലാവരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് മാനേജ്മെന്റ് സ്ട്രക്ചർ. OPDയുടെ മാനേജ്മെന്റ് സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. എന്തായിരിക്കാം പോയിന്റിൽ വരുന്നത്? ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ. പറയാൻ പറ്റോ എന്തെങ്കിലും? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. എന്തായിരിക്കാം? ലൊക്കേഷൻ അല്ല, പേഷ്യൻസിനെ വെച്ചിട്ടൊന്ന് നോക്കി നോക്കിയേ, കണക്ട് ചെയ്ത് നോക്കിയേ. പേഷ്യൻസിന്റെ കാര്യമാണ്. ഈസിലി ആക്സസിങ് അല്ലേ? എന്താണ്? ഡോക്ടറെ കാണുന്നതും അതുപോലെ രജിസ്ട്രേഷൻ നടത്തുന്നതും ഡോക്ടറെ കാണുന്നതും മെഡിസിൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? മിനിമം വെയിറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ? അവരധികം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ഈസി ആയിട്ട് വെരി ക്വിക്ക് അല്ലെ, പെട്ടെന്ന് ചെയ്ത് തീർക്കണം. ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. അവരുടെ പേരും കാര്യങ്ങളും രജിസ്ട്രേഷൻ നടത്തുന്നതും അതുപോലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതും മെഡിസിൻസ് വാങ്ങുന്നതും എന്ത് നല്ല രീതിയിൽ വെരി ക്വിക്ക് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അവരധികം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഓക്കെ ആണോ? പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. എന്തായിരിക്കാം? പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. സ്റ്റാഫുകളല്ലേ മിതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിന്. സഫിഷ്യന്റ് എന്താണ്? ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ എന്താണ്? ഫോർ എക്സാമ്പിൾ ആയിട്ട് ഫാർമസിയിൽ ഒരു സ്റ്റാഫേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം? ഡോക്ടറെ കണ്ടുവരുന്ന രോഗികളുടെ ക്യൂ അല്ലെ, എണ്ണം കൂടുകയും അവിടെ ഭയങ്കര ക്യൂ ആവുകയും തിരക്കാവുകയും ചെയ്യും അല്ലെ, ഒരാള് മാത്രമുള്ളെങ്കിൽ. അപ്പൊ ആവശ്യമനുസരിച്ച് വേണമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? പാർക്കിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കണം. അപ്പോ മാനേജ്മെന്റ് സ്ട്രക്ചറിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ഫസ്റ്റ് എന്താണ്? ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. പേഷ്യന്റിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ വെരി ക്വിക്ക് ആയിട്ട് അവരധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ മിനിമം രീതിയിലുള്ള വെയിറ്റിംഗ് ആയിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെന്താണ്? നല്ല രീതിയിലുള്ള സ്റ്റാഫും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും നല്ല രീതിയിലുള്ള സ്റ്റാഫുകൾ, മിതമായ രീതിയിലുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. പാർക്കിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? 3 കാര്യങ്ങള് ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ്? ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD. എന്താണ് കമ്പോണൻസ് എന്ന് പറഞ്ഞാല്?
organizational components of OPD. Components എന്തായിരിക്കാം? Components means ഘടകങ്ങൾ അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഭാഗങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ. ഓക്കെ, കമ്പോണൻസ് എന്ന് പറഞ്ഞാല് എന്താണ് ഘടകങ്ങൾ. എന്തൊക്കെ ഘടകങ്ങളാണ് OPD ഡിപ്പാർട്ട്മെന്റ്സിൽ ഉള്ളതെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് എന്താണ് മെഡിക്കൽ സ്റ്റാഫ് അല്ലെ. മെഡിക്കൽ സ്റ്റാഫ് സെൻട്രൽ ടു ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ കേന്ദ്രമായിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ള ഭാഗമാണ് ഇത് മെഡിക്കൽ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ അല്ലെ. ഹോസ്പിറ്റലുകളില് മെഡിക്കൽ സ്റ്റാഫ് അത്യാവശ്യമാണ്. അവരാണ് സെൻട്രൽ ടു ദ ഓർഗനൈസേഷൻ ആയിട്ട് പറയുന്നത്. ഇനി എന്താണ് നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സ് ആൻഡ് ANMS. എന്തായിരിക്കാം ANMS? ANMS മീൻസ് എന്തായിരിക്കും ഫുൾ ഫോം എന്ന് പറഞ്ഞേ? ഓക്സിലറി മിഡ്വൈഫറി. Auxiliary nurse and midwiferys. സൂതകർമ്മിണികൾ എന്ന് കേട്ടിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? എന്താണ് ഡെലിവറി ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ എന്താണ് നഴ്സുമാരെ സഹായിക്കാനായിട്ട് ഒരു സ്റ്റാഫുകൾ ഉണ്ടായിരിക്കില്ലേ? അവരെയാണ് സൂതകർമ്മിണികൾ എന്ന് പറയുന്നത്. അവരാണ് ANMS. Auxiliary nurse and midwiferys. ഓക്കെ, ഇനി എന്താണ് സബ്സർവിയന്റ് സ്റ്റാഫ്. അതെല്ലാം ആരൊക്കെ പെടും നോക്കാം. ആരൊക്കെ ഉണ്ടാവും? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ ലബോറട്ടറി ഉണ്ടാവും. ECG ഉണ്ടാവും. അപ്പൊ സബ്സർവിയന്റ് സ്റ്റാഫിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? റേഡിയോളജി ഉണ്ടാവും, ലബോറട്ടറി ഉണ്ടാവും ആൻഡ് ECG. കേട്ടോ, ഓർത്ത് വെക്കണേ. ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ് കേട്ടോ. ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കണം ആരൊക്കെ ഉണ്ടാവും. ഓരോ മെഡിക്കൽ സ്റ്റാഫിൽ ആരൊക്കെ ഉണ്ടാവും, നഴ്സിംഗ് സ്റ്റാഫിൽ ആരൊക്കെ ഉണ്ടാവും, സബ് സർവീസ് സ്റ്റാഫിൽ ആരൊക്കെയാണ് ഉണ്ടാവുന്നത്. ANMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിലറി നേഴ്സ് ആൻഡ് auxiliary nurse and midwiferys. Auxiliary nurse and midwiferys. Okay, subservient staffിൽ ആരൊക്കെ ഉണ്ടാവും? അപ്പൊ റേഡിയോളജിസ്റ്റ് ഉണ്ടാവും, പിന്നെ എന്താണ് ലബോറട്ടറി ഉണ്ടാവും, ECG ഉണ്ടാവും, പിന്നെ എന്താണ് ക്ലറിക്കൽ സ്റ്റാഫ് അല്ലെ. ലാസ്റ്റ് വണ്ണാണ് ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലറിക്കൽ സ്റ്റാഫ് അറിയാലോ, ക്ലറിക്കൽ വർക്ക്സ് ചെയ്യുന്ന ആളുകളെയാണ് ക്ലറിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അല്ലെ. റെക്കോർഡ് കീപ്പിംഗ് അങ്ങനെയുള്ള ആളുകൾ കേട്ടോ. റെക്കോർഡ് എഴുതില്ലേ, ഓരോ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതിന് ബില്ലിംഗ് അങ്ങനെയുള്ള കാര്യം ക്ലറിക്കൽ വർക്കുകൾ ചെയ്യുന്ന സ്റ്റാഫുകളെയാണ് നമ്മള് ക്ലറിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഓർഗനൈസേഷണൽ കമ്പോണൻസ് അല്ലെ. ഓരോ OPD വിഭാഗത്തിലെ ഘടകങ്ങള് എന്തൊക്കെയാണ്? മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാവും. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സെൻട്രൽ ടു ദ ഓർഗനൈസേഷൻ ആണ്. നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? നഴ്സുമാരുണ്ടാവും, അതുപോലെ ANMS ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫറീസ് സൂതകർമ്മിണികൾ. ഇനി എന്താണ് സബ്സർവിയന്റ് സ്റ്റാഫ്. അതിൽ ആരൊക്കെ പെടും? റേഡിയോളജി ഉണ്ടാവും, ലബോറട്ടറി ഉണ്ടാവും, ECG ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ക്ലറിക്കൽ സ്റ്റാഫ്. ഇതാണ് OPD വിഭാഗത്തിലെ ഘടകങ്ങൾ അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും എടുത്തത് വരെ വായിച്ചു നോക്ക് കേട്ടോ. 5 മിനിറ്റ് ബ്രേക്ക് തരാം മിസ്, എന്നിട്ടെല്ലാം അടുത്തത് എടുക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു നോക്ക് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്തത് എടുക്കാം.
ഓക്കെ ആണോ? വായിച്ച് നോക്കിയോ? ക്ലിയർ ആണോ നിങ്ങൾക്കത്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രോബ്ലംസ് ആൻഡ് OPD. OPDയിലെ പ്രോബ്ലംസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ജനറൽ പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ സെക്കൻഡ് വൺ എന്താണ്? സ്പെസിഫിക് പ്രോബ്ലംസ്. രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് OPD ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ OPDയിൽ ഉള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ജനറലും സെക്കൻഡ് വൺ സ്പെസിഫിക് പ്രോബ്ലംസ്. അപ്പോ ഫസ്റ്റ് നോക്കാം ജനറൽ പ്രോബ്ലംസ്. അതിനകത്തെ ഫസ്റ്റ് വൺ ആണ് ഇൻസഫിഷ്യന്റ്. എന്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ, കാരണം വൈറസ് ലീവാണ്, പനിയാണ്. അപ്പോ ഞാൻ 12 മണി വരെ ക്ലാസ് എടുക്കും. ഓക്കെ. In insufficient number of doctors, it is found that there are a large number of patients waiting in front of doctor's room. This is mainly due to insufficient number of doctors to serve and compared to the number of patients who arrive at the clinic. First problems എന്താണ്? Insufficient number of doctors. എന്താണ് ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞാല്? ഇൻസഫിഷ്യന്റ് മീൻസ് എന്തായിരിക്കാം? ഇൻസഫിഷ്യന്റ് ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്തായിരിക്കാം? എന്താണ്? ഡോക്ടർമാരുടെ കുറവ് അല്ലെ? വേണ്ടത്ര മതിയായിട്ടുള്ള രീതിയിൽ ഡോക്ടർമാര് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആവശ്യത്തിന് ഡോക്ടർമാര് ഇല്ലാത്ത അവസ്ഥയാണ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സിൽ പറയുന്നത്. എന്താണ്? ഇപ്പോ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ മിതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് ഇല്ലെങ്കിൽ എന്താണ്? രോഗികൾക്ക് നല്ല രീതിയിലുള്ള പരിചരണം കിട്ടുകയില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കാണാൻ പറ്റും. ചിലപ്പോ ഒരു ഡോക്ടർ ഉണ്ടാവുള്ളൂ, ചിലപ്പോ 2 ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. ഒരു ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു ഡോക്ടർക്ക് 100 പേഷ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഭയങ്കര തിരക്കായിരിക്കും അനുഭവപ്പെടുക അല്ലെ. കൺസൾട്ടേഷൻ റൂമിൽ എന്തായിരിക്കാം? അതിന്റെ ആ വാതിൽക്കൽ കാണാൻ പറ്റും കുറെ ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത്. ചിലപ്പോ മര്യാദക്ക് ക്യൂ പോലും പാലിക്കുന്നുണ്ടാവില്ല. ഒരാൾ കണ്ടുകഴിയുമ്പോ അടുത്ത ആള്. അപ്പോ എന്താണ്? ഭയങ്കര ബുദ്ധിമുട്ട് രോഗികൾക്കായാലും ഡോക്ടേഴ്സിനായാലും പരിചരിക്കുന്നതിനായാലും എന്താണ്? വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്, വളരെ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അതാണ് ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. ചിലപ്പോ എന്താണ്? രോഗികളുടെ ഡിസീസസ്, രോഗങ്ങളൊക്കെ എന്താണ്? പകരാനായിട്ട് ഇടവരും അല്ലെ. ഇങ്ങനെ നിൽക്കുമ്പോ എന്താണ്? ക്യൂ ഒന്നും പാലിക്കാതെയൊക്കെ രോഗികൾ ഇങ്ങനെ നിൽക്കുമ്പോ പല രോഗികളുടെ കയ്യിൽ നിന്നും മറ്റുള്ളവർക്ക് രോഗങ്ങള് പകരാനായിട്ടുള്ള സാധ്യതയുണ്ട്, തിരക്ക് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ഡോക്ടർമാര് നല്ല രീതിയിൽ ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതാണ് ജനറൽ പ്രോബ്ലംസ് ഫസ്റ്റ് വണ്ണായിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? നല്ല രീതിയിലുള്ള ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് ഇല്ലെങ്കിൽ തിരക്ക് അനുഭവപ്പെടും. ഡോക്ടർമാർക്കായാലും രോഗികൾക്കായാലും ഡോക്ടറെ കാണാനായിട്ട് വളരെയേറെ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. വളരെയേറെ ബുദ്ധിമുട്ടാണ് അത്. ഡോക്ടേഴ്സിനായാലും രോഗികളെ പരിചരിക്കുന്നതില് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോ 100 പേഷ്യൻസിന് ഒരു ഡോക്ടർ എന്ന നിലയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർമാര് നല്ല രീതിയിൽ ഇല്ലെങ്കിൽ 100 രോഗികളെയൊക്കെ പരിശോധിക്കേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. അത് ഡോക്ടേഴ്സിനും രോഗികൾക്കും ബുദ്ധിമുട്ടാണ്. ചില രോഗികൾ എന്ത് ചെയ്യും? ഡോക്ടർമാരില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഡോക്ടറെ കാണാണ്ട് ഭയങ്കര തിരക്ക് അനുഭവപ്പെടുമ്പോ ഡോക്ടറെ കാണാണ്ടായി ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോ അന്ന് ഡോക്ടറെ കാണാണ്ട് പോണ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും കുറെ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെയാണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെയാണോ? ആരൊന്നും മിണ്ടുന്നില്ലല്ലോ, എല്ലാവരും ഉറങ്ങിയോ? ഓക്കെ, ക്ലിയർ. ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ്? എന്താണ്? Inappropriate appointment system. Appointment patient has no priority over non-appointment patient. This creates conditions
in the clinic during the beginning of the day. എന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ അല്ലാത്ത അവസ്ഥകൾ അല്ലെ. എന്താണ് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത ആൾക്കാർ അല്ലെ, ബുക്ക് ചെയ്ത പേഷ്യൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രയോറിറ്റി കൊടുക്കാത്ത അവസ്ഥ. അതാണ് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിൽ പറയുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രോഗി ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ കാണിക്കാനായിട്ട് നമ്മൾ തലേ ദിവസം ബുക്ക് ചെയ്ത് വെക്കും, പെട്ടെന്ന് പോയിട്ട് ഡോക്ടറെ കണ്ട് തിരിച്ചു വരാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴായിരിക്കും നമ്മുടെ ഫയൽസ് ഒക്കെ എടുക്കാൻ പോകുന്നത്. കറക്റ്റ് രീതിയിൽ ഇപ്പൊ ബുക്ക് ചെയ്ത ആൾക്കാരെ ലിസ്റ്റ് നോക്കിയിട്ട് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് അവരുടെ ഫയലും കാര്യങ്ങളും ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രോഗി വരുമ്പോ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റും. പക്ഷെ എന്താണ് ഇവിടെ ഇവര് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഡോക്ടറെ രോഗി വരുമ്പോഴായിരിക്കും അല്ലെ, ആ മറ്റേ കാർഡൊക്കെ കൊടുക്കില്ലേ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്, രോഗിയുടെ കാർഡൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും അവിടെ രോഗി വന്നിട്ടുണ്ട് അവരുടെ ഫയൽ എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ പോയിട്ട് ഫയൽ എടുക്കുക, ഡോക്യുമെന്റേഷൻസ് ഒക്കെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ആ ടൈമിലായിരിക്കും, ആ രോഗി വരുമ്പോഴായിരിക്കും എടുത്ത് വെക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ ടൈമിങ് പോകണേ. പിന്നെന്താണ് ഇയാളോട് ബുക്ക് ചെയ്യുമ്പോൾ പറയുമല്ലേ, നിങ്ങൾ ഡോക്ടർ 10 മണിയാകുമ്പോ വരും, 10:15 നിങ്ങൾ എത്തിയാൽ മതി, 10 ഇവിടെ നമ്പർ 10 അപ്പൊ 10:15 അല്ലെങ്കിൽ 10:00 കൂടി എത്തിയാൽ മതി. അപ്പൊ എന്താണ് ബുക്ക് ചെയ്ത ആൾക്കാരും വരും, ബുക്ക് ചെയ്യാത്ത ആൾക്കാരും വരും. അങ്ങനെ ബുക്ക് ചെയ്യാത്ത ആൾക്കാരാണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ ഈ ബുക്ക് ചെയ്ത ആള് വരുമ്പോ എന്ന് പറയുന്നു ഇയാള് ഫസ്റ്റ് വന്നതാണ്, അപ്പൊ ഇയാളെ കണ്ടിട്ട് കയറാൻ പറയുമല്ലേ, അങ്ങനെ പറയാറില്ലേ. ബുക്ക് ചെയ്ത ആൾക്കാർ വന്നാലും ബുക്ക് ചെയ്യാത്ത ആൾക്കാരാണ് ഇപ്പൊ ഡോക്ടറെ കാണാൻ കയറുന്നതെങ്കിൽ എന്ത് പറയുന്നു, ഇയാളെ കണ്ടിട്ടൊന്നും കയറി, ഇയാള് ഫസ്റ്റ് വന്നതാണ്, ഇയാളെ കണ്ടിട്ട് കണ്ടാൽ മതി എന്ന് പറയും അല്ലെ, അവിടെ ഇരിക്കുന്ന നേഴ്സ് അങ്ങനെയും പറയാറുണ്ട്. അപ്പൊ എന്താണ് അവർക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കാത്ത അവസ്ഥ. ബുക്ക് ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇവരാണ് ആദ്യം ബുക്ക് ചെയ്തത്, അപ്പോ ഇവരതിന് കയറട്ടെ എന്ന് പറയുന്നില്ല. അവർ ചെയ്യുന്നത് പ്രോപ്പർ പ്രയോറിറ്റി അവർക്ക് കൊടുക്കാത്ത അവസ്ഥ. അതാണ് അപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ്, ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും രണ്ടിലും അപ്പോയിന്റുകൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ് മിസ്, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് അല്ലെ, ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് ഇല്ലാത്ത അവസ്ഥ. ചിലപ്പോ എന്താണ് 100 രോഗികൾക്ക് ഒരു ഡോക്ടർ എന്ന നിലയിലായിരിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ സർവീസ് ചെയ്യുന്നത് അല്ലെ. ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അപ്പൊ എന്താണ് ഭയങ്കര തിരക്കും കാര്യങ്ങളായിരിക്കും, ഡോക്ടറെ കൺസൾട്ടേഷൻ റൂമിലൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളായിരിക്കും. ചിലപ്പോ ചിലർ ഇടിച്ചു കയറി പോവാറുണ്ട് കൺസൾട്ടേഷന് വേണ്ടിയിട്ട്. ചിലപ്പോ എന്താണ് ഡിസീസസുകൾ പകരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഡോക്ടർക്കായാലും രോഗികൾക്കായാലും അതൊരു പ്രോബ്ലംസ് ആണ്. പിന്നെ എന്താണ് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെ. അപ്പൊ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത ആൾക്കാർക്ക് കറക്റ്റ് രീതിയിൽ നല്ല രീതിയിലുള്ള പ്രയോറിറ്റി കൊടുക്കാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അതും രണ്ടാമത്തെ പ്രശ്നമാണ്. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണോ? ഇനി പറയണോ മിസ്? 2 പോയിന്റ് ഓക്കെ. ഇനി എന്താണ് long waiting time at medicine room. After patient receive the prescription from the clinic counter, patients are directed to the medicine room to remit the fee and receive the medicine. Third point ennaanu parayunnathu, long waiting time at medicine room. Pharmacy-ilokke endana miss parnille oru staff okke undengil endayirikkum ഡോക്ടറെ കണ്ട് രോഗികൾ ഭയങ്കര ക്യൂവിൽ നിൽക്കുന്ന അവസ്ഥ വരും അല്ലെ. അയാൾ ഫാർമസിയിൽ ഇപ്പോ ഒരു സ്റ്റാഫാണ് നിൽക്കുന്നതെങ്കിൽ എന്താണ്, ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ എന്താണ്, ഒരു സ്റ്റാഫ് ഉള്ളെങ്കിൽ എന്താണ്, ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങുന്നു, മരുന്ന് വായിച്ചു നോക്കുന്നു, അത് പോയി എടുക്കുന്നു, എത്ര പറഞ്ഞില്ലേ ആ കാര്യങ്ങൾ എഴുതുന്നു, രോഗിക്ക് മരുന്ന് കൊടുക്കുന്നു. അങ്ങനെ എന്താണ് ഭയങ്കര ടൈമിങ് അല്ലെ, ഭയങ്കര ഇതും ടൈം പോണേണ്. അത് അയാളുടെ ആയാലും നമ്മളുടെ ആയാലും എന്താണ് ടൈമിങ് ആയിട്ട് ഭയങ്കര രീതിയിൽ പോണേണ്. അപ്പൊ എന്താണ് പ്രോപ്പർ ആയിട്ട് അല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ. അപ്പൊ നല്ല രീതിയിലുള്ള സ്റ്റാഫും കാര്യങ്ങളും വേണം. അല്ലെങ്കിൽ എന്താണ് അയാളുടെ ടൈമിങ്ങും വെയിറ്റ് എന്താണ് രോഗികൾക്കായാലും വെയിറ്റ് ചെയ്യുന്ന ടൈമൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താണ് ക്യൂ ഒക്കെ ഭയങ്കര കൺസിസ്റ്റഡ് ആയിരിക്കും, നല്ല രീതിയിൽ ഉണ്ടാവും. ക്യാഷ് പോയി അടയ്ക്കണം, അതിനുശേഷം ഇവിടെ ബില്ല് കൊണ്ടുവന്ന് കൊടുക്കണം, പിന്നെ മെഡിസിൻ വാങ്ങിക്കണം. അങ്ങനെ ഭയങ്കര കൺസിസ്റ്റഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പൊ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ എന്താണ് നല്ല രീതിയിലുള്ള പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നു.
പക്ഷെ എന്താണ് പ്രോപ്പർ ആയിട്ട് സ്റ്റാഫ് ഇല്ലെങ്കിൽ കുറെ വെയിറ്റിംഗ് ടൈം അവിടെ കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? തേർഡ് പോയിന്റ് മനസ്സിലായോ? തേർഡ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്? അതെന്തായിരിക്കാം ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്? പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് എന്താണ്? ചിലപ്പോ നല്ല ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇല്ലെങ്കിൽ അതെന്താണ് പ്രോബ്ലംസ് സൃഷ്ടിക്കാനായിട്ട് ഇടവരുത്തുന്നുണ്ട്. ഓക്കെ, എന്താണ് എക്സ്റേ എടുക്കുന്ന ആ ഫെസിലിറ്റീസ്, എക്സ്റേ ഉള്ള മെഷീൻസ് ഒക്കെ പ്രോപ്പർ ആയില്ലെങ്കിൽ എന്താണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എക്സ്റേ കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. അപ്പൊ നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ്പുറത്ത് തന്നെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് സ്റ്റാഫുകൾക്കായാലും പേഷ്യൻസിനായാലും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസിൽ വരുന്ന എന്താണ് കുറേയധികം സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ, നല്ല ആവശ്യത്തിലുള്ള സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെന്താണ് എക്യുപ്മെന്റ്സ് നല്ല രീതിയിലല്ല പോകുന്നതെങ്കിൽ, അതിന്റെ പ്രവർത്തനം നല്ല രീതിയിലല്ല പോകുന്നതെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. ഓക്കെ, ഇനി എന്താണ് ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിംഗ് ആംബുലറ്ററി കെയർ. എന്താണ് അവിടെ മെഡിക്കൽ പേഴ്സണൽസ് അല്ലെ, അവിടെയുള്ള സ്റ്റാഫുകൾക്ക്, ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ലഭിച്ചതെങ്കിൽ, നല്ല രീതിയിലല്ല ട്രെയിനിങ് അവർക്ക് ലഭിച്ചതെങ്കിൽ എന്താണ് മറ്റുള്ളവരോട് പെരുമാറാനായിട്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് എന്താണ് കാമായിട്ടുള്ള കൂളായിട്ടുള്ളവരുണ്ടാവും, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുണ്ടാവും. അപ്പൊ ഈ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരെയും അല്ലെങ്കിൽ കൂളായിട്ടുള്ളവരെയും ഒരുമിച്ച് ചേർത്ത് ചിലപ്പോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് ദേഷ്യപ്പെടാറുണ്ട് ചിലവരെന്താണ് നല്ല രീതിയിൽ പെരുമാറുന്നവരുണ്ടാവും. അപ്പൊ ഈ രണ്ടു പേരെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആർക്ക് വേണം? മെഡിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് വേണം. അപ്പൊ അവർക്ക് ആ ട്രെയിനിങ് ലഭിച്ചില്ലെങ്കിൽ എന്താണ് അവർക്ക് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല. എന്താണ് ഇവിടെ പറയുന്നത്? നല്ല രീതിയിലുള്ള ട്രെയിനിങ് മെഡിക്കൽ പേഴ്സണൽസിന് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫിന് നൽകണം. ഓക്കെ, സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് ലഭിച്ചില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്, അതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസും ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽസും ക്ലിയർ ആയോ? Fragmentation of care, poor communication and inadequate understanding of their demands. എന്തായിരിക്കാം പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്? Fragmentation of care, poor communication and inadequate understanding of their demands. Then fragmentation means fragmentation എന്തായിരിക്കാം? വിഘടനം അല്ലെങ്കിൽ ചിഹ്ന ഭിന്നമാക്കൽ എന്നൊക്കെ പറയില്ലേ? അപ്പൊ എന്താണ് രോഗികളെ കെയർ ചെയ്യുന്നതിൽ ചിലപ്പോ അവർക്ക് എന്താണ് നല്ല രീതിയിലുള്ള കെയറിന് കൊടുക്കുന്നില്ല. പിന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, എന്താണ് രോഗികൾ പറയുന്നത് കേൾക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞില്ലേ മിസ്? അതൊരു പോയിന്റ് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ എന്താണ് ഇവര് പറയുന്നത്, രോഗികൾ പറയുന്നത് അവരെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം, അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്, അവരെ പറയുന്നത് കേൾക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത് എന്നുള്ള ഒരു തോന്നൽ രോഗികൾക്ക് ഉണ്ടാവണം അല്ലെ. ചില സ്റ്റാഫുകളും ഡോക്ടേഴ്സ് ഉണ്ടാവും, എന്താണ് അവർ രോഗികൾ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാവില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ചെയ്തിട്ട് അവരുടെ കെയർ ചെയ്തിട്ട് അവർ പോകും. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് കേൾക്കാനായിട്ട് തയ്യാറാവുന്നുണ്ടാവില്ല. അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യണം. അപ്പൊ ആ ഡ്യൂട്ടി ചെയ്തിട്ട് അവർ അങ്ങോട്ട് പോകും, അവർ കേൾക്കാനായിട്ട് തയ്യാറാവില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, നല്ല രീതിയിൽ കെയർ ചെയ്യണം. പിന്നെ എന്താണ് അവര് പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന സ്റ്റാഫുകളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ് വ്യൂവർ കമ്മ്യൂണിക്കേഷൻ ആണ്. ചിലപ്പോ അവര് പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാവില്ല, പിന്നെ എന്താണ് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിലും എന്താണ് രോഗികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, അതൊരു ജനറൽ പ്രോബ്ലം ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ സെന്റൻസ്?
സിക്സ്ത് സെന്റൻസ് മനസ്സിലായോ? ഓക്കെ. പിന്നെന്താണ് 7th പോയിന്റ് നോക്കാം. An organization structure geared to traditional preference and need of the providers. എന്താണ് പറയുന്നത്? ഫോർ എക്സാമ്പിൾ ആയിട്ട് മിസ് പറയാം. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കണ്ടിട്ടില്ലേ നിങ്ങള്? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഇപ്പൊ ഡോക്ടേഴ്സ് അല്ല നേഴ്സുമാർ ഇപ്പൊ 1, 2 ഒന്ന് നമ്പർ വിളിക്കാതെ അവിടെ എന്തുണ്ടാവും? ഡോക്ടേഴ്സിന്റെ റൂമിന്റെ അവിടെ എന്താവും? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടാവും. അവിടെ 1 എന്ന് പറയുമ്പോ 1 കാര്യം പോവാ. ഇപ്പൊ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ബാങ്കിൽ പോകുമ്പോ കണ്ടിട്ടില്ലേ? ഒരേ 1 അല്ലെങ്കിൽ 21 വിളിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് കൗണ്ടറിലോട്ട് പോകും അല്ലെ? അങ്ങനെയുള്ള അതാണ് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. അപ്പൊ എന്താണ്? ചില ഹോസ്പിറ്റല് ട്രഡീഷണൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്തു പോകുന്നത്. ഇപ്പോഴും ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഇല്ലാത്ത ഹോസ്പിറ്റലുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഇപ്പൊ അങ്ങനെയല്ലേ? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒന്നും ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ എടുക്കുന്നു, നമ്പർ അനുസരിച്ച് കയറുന്നു അല്ലെ? അപ്പൊ എന്താണ്? ചില ഹോസ്പിറ്റലുകളിലും എന്താണ്? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഇല്ല. പഴയ കാല രീതികളാണ് പിന്തുടർന്ന് പോകുന്നത്. മോഡേൺ സിസ്റ്റത്തിലോട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതും ഒരു ജനറൽ പ്രോബ്ലം ആണ്. ക്ലിയർ ആയോ? ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റം ആണ് ഇപ്പോഴും ചില ഹോസ്പിറ്റലുകള് ഫോളോ ചെയ്തു പോകുന്നത്. ഓക്കെ. എക്സാമ്പിൾ ആയിട്ട് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എക്സാം വന്നിട്ടോ ക്ലിയർ ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ അത്? ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ് 8th പോയിന്റ്? എന്താണ്? റെസിസ്റ്റൻസ് ടു ചേഞ്ച്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെസിസ്റ്റൻസ് എന്തായിരിക്കും? പ്രതിരോധം അല്ലെങ്കിൽ എന്താണ്? തടസ്സങ്ങൾ അല്ലെ? തടസ്സങ്ങൾ. അപ്പൊ എന്താണ്? ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി മിസ് പറഞ്ഞുതരാം. ചില നമ്മുടെ വീട്ടില് പഴയകാല അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? അവര് എപ്പോഴും എന്താണ്? പഴയ സ്വഭാവമായിരിക്കും എന്ന് പറയാറില്ലേ? അവര് പഴയകാല എന്താണ്? മോഡേൺ ആയിട്ടുള്ള രീതിയിലല്ല അവർ വന്നിരിക്കുന്നത്. പഴയകാല പിന്തുടർച്ചയാണെന്നൊക്കെ കേട്ടിട്ടില്ലേ? പഴയകാല രീതിയിലാണ്, പഴയകാല സ്വഭാവമാണെന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോ ഈ ഹോസ്പിറ്റലുകളിലും ചില ആളുകള് പഴയ കാലത്തുള്ള രീതിയിലാണ് ഇപ്പോഴും പോകുന്നത്. മോഡേൺ രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും വന്നാലും അവരെന്താണ്? പഴയ കാലത്തുള്ള രീതിയിലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്. ഇപ്പോഴും അവിടെ സർവീസ് നടത്തിക്കൊണ്ട് പോകുന്നത്. എന്തിനാണ് ഈ മോഡേൺ സിസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്യുന്നത്? ഇതന്നെ നടത്തിക്കൊണ്ട് പോയ എന്നുള്ള രീതിയിലുള്ള ആൾക്കാരും ഹോസ്പിറ്റലുകളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. മോഡേൺ ടെക്നിക്സ് വന്നാലും അതിന് തടസ്സം നിൽക്കുന്ന കുറെ അധികം ആൾക്കാർ ഇപ്പോഴും OPD-യിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊരു ജനറൽ പ്രോബ്ലം ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ അതിന്റെ മോഡേൺ ടെക്നിക്സ് വന്നാലും എന്താണ്? പഴയ കാല ടെക്നിക്സ് യൂസ് ചെയ്തു പോകുന്ന ചില ആൾക്കാരും ഉണ്ട്. അപ്പൊ എന്താണ്? മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യാനായിട്ട് തടസ്സമായി നിൽക്കുന്ന ആളുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി മിസ് പറയാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോബ്ലംസ് അറ്റ് OPD-യില് ജനറൽ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് അല്ലെ? എന്താണ്? ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് ഇല്ലാത്ത അവസ്ഥ. എന്താണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കാണാൻ പറ്റും. ചിലപ്പോ ഒരു ഡോക്ടർ ഉണ്ടാവും, ചിലപ്പോ 2 ഡോക്ടർ ഉണ്ടാവും അല്ലെ? അപ്പോ ഒരു ഡോക്ടർക്ക് 100 പേഷ്യന്റ് എന്ന നിലയിലായിരിക്കും സർവീസ് നടത്തുന്നത്. അപ്പൊ ഡോക്ടർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കാം, രോഗികൾക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കാം. ചിലവര് എന്ത് ചെയ്യുന്നു? ഡോക്ടറെ കാണാതെ, തിരക്ക് മൂലം ഡോക്ടറെ കാണാതെ, കൺസൾട്ട് ചെയ്യാതെ പോകുന്ന രോഗികളുണ്ട്. അതൊരു പ്രശ്നമാണ്. ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. നേരത്തെ എന്താണ്? മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് എന്താണ്? പ്രയോറിറ്റി കൊടുക്കാത്ത അവസ്ഥ. അതും ഒരു പ്രോബ്ലമാണ്. പിന്നെ എന്താണ്? നമ്മൾ മെഡിസിൻസ് വാങ്ങുമ്പോൾ അവിടെ നല്ല രീതിയിലുള്ള സ്റ്റാഫുകൾ, മതിയായിട്ടുള്ള സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ എന്താണ്? ലോങ് വെയിറ്റിംഗ് അല്ലെ? കുറെ അധികം ടൈമുകൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ എന്താണ്? ക്യൂന്ന് അവിടെയും ഭയങ്കര തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താണ്? അതൊരു പ്രശ്നമാണ്. പിന്നെ എന്താണ്? ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് അല്ലെ? എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിലായാലും നല്ല രീതിയിലുള്ള സ്റ്റാഫുകൾ ഇല്ലെങ്കിലും അവിടെ എന്താണ്? ഫെസിലിറ്റീസിന് കുറവ് സംഭവിക്കുന്നുണ്ട്.
പറയുന്നത്. ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് ആണ്. പിന്നെ എന്താണ് പേഴ്സണൽസിന് അവിടെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ലഭിച്ചില്ലെങ്കിൽ എന്താണ് അവിടെ വരുന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതൊരു പ്രോബ്ലമാണ്. പിന്നെന്താണ് ഓരോ പ്യുവർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോ രോഗികൾ പറയുന്നത് കേൾക്കാത്ത അവസ്ഥ വരുന്നുണ്ട്. ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അവരുടേതായിട്ടുള്ള അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി ചെയ്ത് പോകുന്നവരുണ്ട് ചെറിയ ഹോസ്പിറ്റലുകളിലൊക്കെ. രോഗികളുടെ പ്രശ്നങ്ങൾ എന്താണ്, രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് കേൾക്കാതെ അവർക്ക് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസ് അനുസരിച്ച് അത് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ രോഗികളെ കേൾക്കുന്നില്ല, അവരെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നവും രോഗികൾക്ക് വരുന്നുണ്ട്. അതൊരു പ്രോബ്ലമാണ്. പിന്നെന്താണ് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം അല്ലെ, ട്രഡീഷണൽ ബേസിലുള്ള സിസ്റ്റങ്ങള് പാലിച്ചു പോകുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ ഇല്ലാത്ത ഹോസ്പിറ്റലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അതൊരു പ്രശ്നമാണ്. റെസിസ്റ്റൻസ് ടു ചേഞ്ച് അല്ലെ, പഴയകാല രീതിയിലുള്ള സർവീസുകൾ നടത്തുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യാതെ പഴയകാല ടെക്നിക്സ് യൂസ് ചെയ്ത് പോകുന്ന ഹോസ്പിറ്റലും ഇപ്പോഴുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? 8 പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? വായിച്ചു നോക്കട്ടോ. ഓക്കെ, ഇത്രയും മിസ് എടുക്കണോളോട്ട് തന്നെ ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും വരെ പഠിച്ചിട്ടുണ്ട് വരണം കേട്ടോ. സെവൻത് പോയിന്റ് എന്താണ്? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. എക്സാമ്പിൾ ആയിട്ട് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എഴുതി വെക്കണം അവിടെ. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്താണ് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം? എന്താണ് മോഡേൺ സിസ്റ്റം ആണ് അല്ലെ, മോഡേൺ ടെക്നിക്സ് ആണ്. അപ്പൊ എന്താണ് നഴ്സുമാർക്ക് ഇപ്പൊ 1, 2 അങ്ങനെ വിളിച്ച് ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിലേക്ക് കയറ്റേണ്ട അവസ്ഥ വരുന്നില്ല. ഇതാണ് ടോക്കൺ ഡിസ്പ്ലേ ചെയ്ത് പെട്ടെന്ന് രോഗികളെ കയറ്റാനായിട്ട് പറ്റും. അപ്പൊ അതൊന്നും ഫോളോ ചെയ്യാത്ത ഹോസ്പിറ്റലുകളും ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ടോക്കൺ എടുത്തിട്ട് നമ്പർ അനുസരിച്ച് വേണം കയറാനായിട്ട്. അവിടെ ഒന്നും ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒന്നും ഇല്ല. അപ്പൊ അവിടെയും എന്താണ് മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യാത്ത ഹോസ്പിറ്റല് ഇപ്പോഴും ഉണ്ട്. അതൊരു ജനറൽ പ്രോബ്ലം ആണ്. ക്ലിയർ ആയോ മോളെ ഗ്രീഷ്മ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ മക്കളെ? ക്ലിയർ ആണോ മിസ് പറഞ്ഞത്? ഇത്രയും എടുത്തത് മനസ്സിലായോ? ബോറടിച്ചോ നിങ്ങൾക്ക്? 5ാമത്തെ പോയിന്റോ എന്താണ്? മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എന്താണ് കറക്റ്റ് രീതിയിൽ ട്രെയിനിങ് കിട്ടാത്ത അവസ്ഥ. കറക്റ്റ് രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് അവിടെ വരുന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, ചിലപ്പോ എന്താണ് ചില പേഷ്യൻസ് എന്താണ് നമ്മൾക്ക് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണല്ലേ. ചിലവരെന്താണ് കാമായിട്ടുള്ളവരുണ്ടാവും, ചിലവര് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുണ്ടാവും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ടാവും. അപ്പൊ എന്താണ് ഇവര് കാമായിട്ടുള്ള ആൾക്കാരെയും ചൂടാവുന്ന ആൾക്കാരെയും ഒരുമിച്ച് ചേർത്ത് മുൻപോട്ട് പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സ്കില്ല് അവർക്ക് വേണം, മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വേണമെന്നാണ് പറയുന്നത്. അതിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ എന്താണ് അവരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. 8th പോയിന്റ് എന്താണ്? റെസിസ്റ്റൻസ് അല്ലെ. എന്താണ് പഴയകാല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. ഞാൻ പറഞ്ഞില്ലേ പഴയകാല ഒരു അമ്മാമ്മയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവര് പഴയകാല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്തുടർന്ന് പോകുന്ന ആൾക്കാരായിരിക്കാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവും കുറെ സ്റ്റാഫുകൾ ഉണ്ടാവും പഴയകാല രീതികളും പിന്തുടർന്ന് പോകുന്ന ആൾക്കാരുണ്ടാവും. മോഡേൺ ടെക്നിക്സ് വന്നാലും അവർ പറയും ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്, ഈ രീതിയിൽ തുടർന്നത് പോലെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം, ഈ രീതി തന്നെ ട്രഡീഷണൽ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് പോയാൽ പോലെ. അതെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളും എന്താണ് മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതും എന്താണ് മോഡേൺ ടെക്നിക്സ് വരുന്നതിനുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതും ഒരു OPDയിലുള്ള ഒരു ജനറൽ പ്രോബ്ലം ആണ്. ക്ലിയർ ആയോ?
8 പോയിന്റിൽ നിങ്ങളുടെ മുത്തശ്ശിമാരെ ഓർത്താൽ മതി. എന്താണ് പഴയ സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. എക്സാമ്പിൾ ആയിട്ട് അത് ഓർത്ത് വെച്ചാൽ മതി. തേർഡ് പോയിന്റ് എന്താണ്? ഇപ്പോ ഫാർമസിയിലൊക്കെ എന്താണ് ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റാഫ് ഉള്ളു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഭയങ്കര ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വരുന്ന രോഗികളെ എണ്ണത്തിൽ എന്താണ് ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ? ക്യൂ ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ എന്താണ് ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ അതില് എന്ത് ചെയ്യുന്നു? മരുന്ന് വാങ്ങിക്കുന്നു, പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് മരുന്ന് വാങ്ങിക്കുന്നു, മരുന്ന് എടുക്കുന്നു, പിന്നെ അതില് കുറിക്കുന്നു. ഇത്ര വരെ എഴുതണം, 3 നേരം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതൂല. അപ്പൊ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അയാൾക്കും ബുദ്ധിമുട്ടായിരിക്കും, പേഷ്യൻസിനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്താണ് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നു അല്ലെ? അത്രയും ടൈം, ലോങ് ടൈം മരുന്ന് തരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥ വരും. ഒരു ബുദ്ധിമുട്ടാണ്. നല്ല രീതിയിലുള്ള സ്റ്റാഫ് ഫാർമസിയിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മെഡിസിൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടും. എന്താണ് സ്റ്റാഫുകളുടെ കുറവ് മൂലം ലോങ് വെയിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ക്ലിയർ ആയോ മോളെ? ഡൗട്ട് ഉണ്ടോ മക്കളെ? ഓക്കെയാണോ? ഇത്ര വരെ പഠിച്ചിട്ടുണ്ട് വന്നോട്ട് വരുമ്പോ ഞാൻ അടുത്ത തിങ്കളാഴ്ച കാണുള്ളൂ. നമ്മള് മറക്കരുത്, ഇത്ര വരെ പഠിച്ചിട്ട് വരാം. അന്ന് നടക്കുന്ന കാര്യങ്ങള് അന്ന് തന്നെ പഠിക്കാം. ഓക്കെ, താങ്ക് യു. ജനറൽ പ്രോബ്ലംസ് വരെയും പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ.